മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ ഇന്നും തീരുമാനമായില്ല. നാളെ അന്തിമമാക്കി ഗവർണർക്ക് കൈമാറാനാണ് ശ്രമം. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കുന്നതിനാൽ നാളെ വകുപ്പ് വിഭജനം അന്തിമമാക്കേണ്ടതുണ്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടും പല തർക്കങ്ങളിൽ തട്ടി വകുപ്പുകളിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നാളെ അതിലൊരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണോ നിലവിലെ പ്രതീക്ഷ? അസുത, ഇന്ന് വൈകുന്നേരത്തോടെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇന്ന് വൈകുന്നേരം രാത്രി 9:30യോടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വകുപ്പ് വിഭജനം പൂർത്തിയാക്കി അതടങ്ങുന്ന ഫയൽ ഗവർണർക്ക് കൈമാറി ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ വിജ്ഞാപനം ഇറക്കാൻ കഴിയുകയുള്ളൂ. ഇതുവരെയും ആ നടപടിക്ക് മുൻപോടിയായിട്ടുള്ള ഫയൽ അന്തിമമാക്കൽ പൂർത്തിയായിട്ടില്ല. നാളെ 10:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പ്രോട്ടോകോൾ സീക്രട്ട് സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്നുണ്ട്. ആ സമയത്ത് ഈ വകുപ്പ് വിഭജനം അന്തിമമാക്കി ഫയൽ കൈമാറിയേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരിക്കുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടപ്പോഴും വകുപ്പ് വിഭജനം പൂർത്തിയാക്കില്ല. മറ്റന്നാളാണ് പുതിയ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അപ്പോൾ സഭ സമ്മേളിക്കുമ്പോൾ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ. ആ കീഴ്വഴക്കം പാലിക്കുന്നതിന്റെ ഭാഗമായി നാളെ തന്നെ ഈ വകുപ്പ് വിഭജനം അന്തിമമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.